ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ വലിയ പണ്ഡിതൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു പണ്ഡിതൻ, അറിവുള്ള പാണ്ഡിത്യമുള്ള വലിയ പണ്ഡിതൻ. ആ പണ്ഡിതന് 4 പെൺമക്കളും ഉണ്ടായിരുന്നു. ഈ പണ്ഡിതന് ഭയങ്കര ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഹജ്ജിന് പോകണം. പക്ഷെ സമ്പത്തില്ല. 4 പെൺകുട്ടികളുണ്ട്. ചെറിയൊരു ഓല വീണ ചെറിയ വീണ. അത് വലിയ പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ പണ്ഡിതന് ഭയങ്കര ആഗ്രഹം, എനിക്ക് ഇവിടെ പോകണം, ഹജ്ജിന് പോകണം. ഹജ്ജിന് സമ്പത്തില്ല. അത് മാത്രമല്ല, ഈ ഹജ്ജിന് പോയ ഈ മക്കളെയൊക്കെ ആര് നോക്കും? ലാസ്റ്റ് അതിൽ മൂത്ത മകൾ പറഞ്ഞു, അമ്മ, നിങ്ങളെ കരങ്ങളിലുള്ള സമ്പത്ത് എടുത്തുകൊണ്ട്, നിങ്ങൾക്കിലുള്ള പൈസ കൊണ്ട് നിങ്ങൾ ഹജ്ജിന് വെക്കോളൂ. അപ്പൊ അനിയത്തിമാരെയും ഉമ്മയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, വാപ്പ വെക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാപ്പ ആ പണ്ഡിതന്റെ ചെയ്തു ഹജ്ജിന് വേണ്ടി പോയി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. വീട്ടിലുള്ള സാധനങ്ങളും അരികളും തീർന്നു. അങ്ങോട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. പട്ടിണിയായി. ഉമ്മ പറഞ്ഞ്, മോളെ, മൂത്ത മോളെ വിളിച്ചിട്ട്, നീയാണ് വാപ്പായെ പറഞ്ഞുകൊണ്ടത്, ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ, നമ്മള് ദാരിദ്ര്യത്തിലായില്ലേ എന്ന് ഉമ്മ വിളിച്ച് മൂത്ത മോളയോട് വഴക്ക് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഏതോ നാട്ടിൽ പോയിട്ട് ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്ന വഴിക്ക് വെള്ളം കാഴ്ചപ്പോ ചെറിയ വീട് കണ്ടപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. നോക്കുമ്പോഴാണ് എന്റെ രാജ്യത്തുള്ള വലിയൊരു പണ്ഡിതൻ. ആ പണ്ഡിതന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്, ഈ കുടുസുറൂമും ഈ ഓലമേന്റെ വീടാണോ ഈ പണ്ഡിതന്റെ വീട്? അപ്പം ഹാറൂൻ റഷീദിന് അവിടുത്തെ അവസ്ഥ മനസ്സിലായി. ഉടനെ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ മടിയിൽ ഒരു കർച്ചീഫ്, ഒരു ലേസ് അതെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുറച്ച് നാണയങ്ങൾ എന്ത് ചെയ്തു, ആ കർച്ചീഫിൽ വെച്ചു. ആ കർച്ചീഫിൽ വെച്ചിട്ട് ഹാറൂൻ റഷീദ് പുറത്തുനിന്ന് വീട്ടിലോട്ട് ഇറങ്ങി. ഇത് ജനങ്ങളെല്ലാം കണ്ടു നിൽക്കുക. പറഞ്ഞ ഹാറൂൻ റഷീദ് പറഞ്ഞ്, നിങ്ങൾക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ ചെയ്യുക. ഇത് കേട്ട ജനങ്ങളെല്ലാവരും ഹാറൂൻ റഷീദ് ചെയ്തതുപോലെ അവരെ കരങ്ങളിലെ കടലാസിൽ എന്ത് ചെയ്തു, ഈ നാണയം വെച്ച് എല്ലാവരും എന്ത് ചെയ്തു, വീട്ടിലോട്ട് എടുത്തെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ നിമിഷം തന്നെ ആ വീട് എന്തായി, സമൃദ്ധമായി. അവരുടെ പട്ടിണി മാറി, ദാരിദ്ര്യം മാറി. കുറെ ദിവസം കഴിഞ്ഞു പോയി. വാപ്പ വന്നിട്ടില്ല. ഈ മൂത്ത മകൾ എന്ത് ചെയ്യുന്നറിയുമോ? പാതിരാത്രിയിൽ വീട്ടിലിരുന്ന് കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കേട്ട ഉമ്മ വന്നിട്ട്, മോളെ, എന്തിനാ മോളെ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? നമ്മുടെ ദാരിദ്ര്യം മാറിയില്ലേ, നമ്മുടെ വിഷമം മാറിയില്ലേ എന്ന് ആ മോളോട് ഉമ്മ ചോദിച്ചപ്പോ ആ മകൾ പറയുകയാണ്, ഉമ്മ, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട കേവലം ഒരു അടിമ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് ഇത്രയും സന്തോഷവും സൗഭാഗ്യമെങ്കിൽ പടച്ചറപ്പിന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചെങ്കിൽ എത്ര വലുതാണുമാ എന്നാര് പറഞ്ഞു? ആ മകൾ പറഞ്ഞു, ചിന്തിക്കണം നിങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ എത്രയാണ് കഴിഞ്ഞില്ലല്ലോ.